ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പകാലം മുതൽ നമ്മളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നൊരു സാധനമാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മൊക്കെ നമ്മുടെ ഒന്നും വീടുകളിൽ, നമ്മുടെ നല്ല സാധാരണക്കാരനെ അല്ലെങ്കിൽ കാശുള്ളവൻ്റെ വീട്ടിലൊന്നും ഫ്രിഡ്ജില്ല. അപ്പോൾ ഈ മകരം കുംഭമാസത്തിലൊക്കെ, ഈ കുംഭമാസത്തിലെ വെയിലും ചൂടും ഒക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര പരവേശങ്ങളാണ്. വെള്ളം കുടിക്കാൻ തണുത്ത വെള്ളമൊന്നും അന്ന് ആർക്കും ഇല്ല, ആരുടെയും വീട്ടിൽ തണുത്ത വെള്ളമില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും തണുത്ത വെള്ളം കുടിക്കണമെങ്കിൽ മംഗലം മേടിച്ചിട്ട്, പാണ്ടിക്കലം എന്നൊരു കലമുണ്ട്, ആ കലം മേടിച്ച് അതിനകത്ത് പിന്നെ കാശുള്ളൊരു കൂജ മേടിച്ച് വയ്ക്കും. ഞങ്ങളൊക്കെ കലമാണ് മേടിച്ച് വയ്ക്കുന്നത്. കലത്തിനാകുമ്പോൾ കൂജയുടെ അത്രയും പൈസ വേണ്ട. കലം മേടിച്ചിട്ട് കലത്തിനകത്ത് വെള്ളം ഒഴിച്ച് ഇങ്ങനെ അടച്ചു വെച്ചേക്കും. അപ്പോൾ ആ വെള്ളമൊക്കെയാണ് നമ്മളിപ്പോൾ അന്നത്തെ കാലത്ത് തണുപ്പിന് മുക്കി കുടിക്കുന്നത്. പിന്നെ തന്നെയല്ല, അന്ന് ഇത്രയും ചൂടില്ല കേട്ടോ. എത്ര ചൂടാകുന്നത് നമുക്ക് തോന്നിയാലും ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ നമുക്കൊരു നല്ല കാറ്റും അതൊക്കെ വരുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്. പക്ഷെ ഇപ്പോഴങ്ങനല്ല. 4 മണിക്കുമില്ല, 5 മണിക്കുമില്ല. രാത്രി കിടന്നുറങ്ങുന്നോന്ന് ചോദിച്ചാൽ ഉറങ്ങുന്നില്ല, അതുപോലെ ചൂടാണ്. അപ്പോൾ ആ ചൂടത്ത് നമുക്ക് കുടിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു വെള്ളമാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ പണ്ടൊക്കെ ഞങ്ങളുടെ കൊയ്ത്തുപാടത്തൊക്കെ ആളുകളൊക്കെ കൊയ്യാൻ പോകുമ്പോൾ ഈ വെള്ളം ഉണ്ടാക്കി ഉച്ചയാകുമ്പോഴത്തേക്ക് 1 കലം വെള്ളം ഉണ്ടാക്കി കൊണ്ടുവന്ന് പാടത്ത് കൊണ്ടുവന്ന് കൊയ്ത്തുകാർക്ക് കൊടുക്കും. അതുപോലെ കപ്പ പറിക്കുന്നവർക്ക് കൊണ്ടുവന്ന് ഈ വെള്ളം കൊണ്ട് കൊടുക്കും. നാരങ്ങാ വെള്ളമൊന്നും അന്ന് അങ്ങനെ ഇല്ല കേട്ടോ. നാരങ്ങ ഒന്നും നമ്മൾ മേടിക്കാറുമില്ല, ആരും തന്നെ നാരങ്ങാ വെള്ളം. പിന്നെ മോരുള്ളവർ മോരും വെള്ളമൊക്കെ കുടിക്കും. പിന്നെ നമ്മൾ അവിടെ എവിടുന്നെങ്കിലും മോര് മേടിക്കും. എൻ്റെ വീട്ടിലൊക്കെ മോരുണ്ടായിരുന്നു, എന്നും പശുവറവ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ മോരും വെള്ളമൊക്കെ ഉണ്ടാവും. ഞങ്ങളൊക്കെ മോരും വെള്ളം കുടിക്കും, ഈ വെള്ളവും കുടിക്കും. ഈ വെള്ളമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി അങ്ങ് വെച്ചിരുന്ന് ഇഷ്ടം പോലെ അങ്ങ് കുടിക്കുവാങ്ങ്. നമുക്ക് ഒരു കുഴപ്പമില്ല, നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലൊരു ഊർജ്ജമുണ്ട് ഈ വെള്ളം അങ്ങ് കുടിച്ച് കഴിയുമ്പോൾ. അതെന്താ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കാൻ പോകുന്ന വെള്ളത്തിൻ്റെ പേര് പുളിസംഭാരം എന്നാണ്. ഈ പുളിസംഭാരത്തിനുള്ള ചേരുവകൾ ഇത്രയാണ്. നമ്മളിത് ഇത്രയും വാളംപുളി എടുത്തിട്ടുണ്ട്, വാളംപുളി, പിന്നെ കുറച്ച് കറിവേപ്പിലയുണ്ട്, ഒരു ചെറിയ 2 കഷ്ണം ഇഞ്ചിയുണ്ട്, ഒരു 3-4 കഷ്ണം ചുമന്നുള്ളി പൊളിച്ചതുണ്ട്, പിന്നെ കാന്താരി മുളകുണ്ട്, ചെറുനാരകത്തിൻ്റെ ഇലയുണ്ട്, പിന്നെ ഇനി ഉപ്പും കൂടാണ് വേണ്ടത്. ഇത്രയും സാധനം ചേർത്താണ് നമ്മൾ ഈ പുളിസംഭാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ചതയ്ക്കണം. ഈ ചുമന്നുള്ളി ചതയ്ക്കണം, ഇഞ്ചി ചതയ്ക്കണം, ഈ കാന്താരി മുളകും ചതയ്ക്കണം, ബാക്കിയൊന്നും ചതയ്ക്കണ്ട. പണ്ട് ഈ പുളിസംഭാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്നേരം ഒരു വീട്ടിൽ 5-8 മക്കളും ഒക്കെ ഉണ്ടല്ലോ, ഒരു 10 പേര് കാണും ഒരു വീട്ടിൽ. അപ്പോൾ ഈ പുളിസംഭാരം ഉണ്ടാക്കി അപ്പം തന്നെ എല്ലാവരും കുടിച്ച് തീർക്കും. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. നമ്മളിപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് 2 ഗ്ലാസ് നമ്മളുള്ള വീട്ടിലുള്ളവർ കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നിട്ട് 2-3 ദിവസം കൂടെ വെച്ചിരുന്ന് നമുക്ക് കുടിക്കാം. അങ്ങനെ അന്നേരം കുടിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയും തണുപ്പും കൂടെയുണ്ട്. അന്നൊന്നും തണുപ്പിക്കാൻ വയ്ക്കാൻ നമുക്ക് സൗകര്യം ഇല്ലാതുകൊണ്ട് നമ്മൾ അന്നേരം ഉണ്ടാക്കുക, കുടിക്കുക, അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ വരുന്നവർ എല്ലാവരും കൂടെ കൊടുത്ത് എല്ലാവരും കൊണ്ടത് കുടിക്കുമ്പോൾ ഒരു രസമാണിത് കുടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള പുളിയാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്, വാളംപുളിയാണ്. ഇത്രയും വാളംപുളി മതി. നമ്മൾ കുറച്ചാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്, ഇത്രയും വാളംപുളി മതി. പിന്നെ അതുപോലെ തന്നെ 2 ഗ്ലാസ് വെള്ളമേ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇത്രയും ചുമന്നുള്ളിയൊക്കെ ഇത്രയും ഇരുന്നുണ്ട്. ചുമന്നുള്ളിയും കറിവേപ്പിലയും പിന്നെ ഇഞ്ചിയും ചെറുനാരകത്തിൻ്റെ ഇല വേണം. കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ചതച്ചാലും മതി. പക്ഷേ കാന്താരി മുളകും ചെറുനാരകത്തിൻ്റെ ഇലയും അത്യാവശ്യം നല്ല രുചിയാണ് ഈ നാരകത്തല ഞെരിടുമ്പോൾ. അപ്പോൾ നമുക്കിത് ഇത്രയും പുളി മതി. ഈ പുളിയാണെന്ന് ഇച്ചിരി വെള്ളത്തിലോട്ടൊന്ന് ഇടുവാണ്. വെള്ളത്തിലിട്ടൊന്ന് കുതിരണം. ഇതൊന്ന് ഇത് ചതച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഇത് വെള്ളത്തിലൊന്ന് കിടക്കട്ടെ. അപ്പോൾ നമ്മളിത് ചതയ്ക്കാനുള്ളത് ഇഞ്ചിയും കാന്താരിമുളകും ഇഞ്ചിയും പിന്നെ ചുവന്നുള്ളിയും കൂടെ ഒന്നിച്ചങ്ങ് ചതയ്ക്കുവാണ്. ഒത്തിരി അരിയൊന്നും വേണ്ട കേട്ടോ, ഒന്ന് ചതഞ്ഞാൽ മതി. അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് ഞെരിടും ഇത്. അപ്പം നമുക്ക് ഈ പുളി ഒന്ന് ഞെരിടാൻ, വെള്ളത്തിലിട്ട പുളി. അപ്പോൾ നമ്മളിങ്ങനെ പിഴിഞ്ഞിട്ട് ഈ പുള്ളിയുടെ ഇതങ്ങ് കളയണം. നമ്മൾ ഇതിൻ്റെ ചാറെടുത്തിട്ട് നമ്മൾ ഈ പുള്ളിയുടെ കൊന്നലൊക്കെ കൂടെ കളയണം. അത് ഇതിനകത്ത് ഇടണ്ട. ഇതിങ്ങനെ നമ്മളിങ്ങനെ പിഴിഞ്ഞിട്ട് ഇനി നമ്മളിതിൻ്റെ കൂടെ ഈ ഇലകളൊക്കെ കൂടെ ഇതെല്ലാം കൂടി ഇടുവാണ്. മുളക് ചതച്ചതും പിന്നെ നമ്മുടെ നാരകത്തല, അതാണ് നമ്മുടെ പ്രധാന, ഈ പുളിവെള്ളത്തിൻ്റെ പ്രധാന രുചിയുള്ളത് നാരകത്തലയാണ്. കറിവേപ്പിലയും കൂടെ നമ്മളിതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ സ്വല്പം ഉപ്പ്, നമുക്ക് ഉപ്പിടാം. ഉപ്പും കൊണ്ടിട്ട് ഞെരിടണം. ഒരു ചെറിയ സ്പൂൺ ഉപ്പ്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ അങ്ങോട്ട് ഞെരിടാമെന്ന്. ഇതിൻ്റെ എരിവും പുളിയും
ഈ നാരകത്തിലയുടെ രുചിയും ഉള്ളിയുടെ രുചി ഇതെല്ലാം കൂടി ഇതിനകത്തോട്ടിട്ട് നമ്മളങ്ങോട്ട് ഞെരിടണം നന്നായിട്ട്. വെള്ളം കൂടെ നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് കൈ കൊണ്ട് ഞെരടുമ്പോൾ ചിലർ പറയും അയ്യോ അമ്മച്ചി അത് കൈ കൊണ്ട് ഞെരടിയാൽ കുടിക്കാൻ കൊള്ളാമോ എന്ന് ചോദിക്കും. പക്ഷേ ഇത് കൈ കൊണ്ട് തന്നെ ഞെരടിയെങ്കിൽ ഈ കരിയാപ്പിലയുടെയും ചുവന്നുള്ളിയുടെയും ഈ നാരകത്തിലയുടെയൊക്കെ ഗുണം ഇതിനകത്ത് വരുള്ളൂ. നമ്മളൊക്കെ തവികം കിട്ടുന്ന കറക്കാനൊന്നും ഈ സാധനം നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കുടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. നമ്മൾ കൈയൊക്കെ നന്നായിട്ട് പണ്ടൊക്കെ അങ്ങനെ നമ്മൾ കൈ കൊണ്ടെല്ലാം ചെയ്യുന്നത് കൈ കൊണ്ടായിരുന്നു തേച്ച് കഴുകിയിട്ട്. അല്ല ഇപ്പോഴൊക്കെയാണ് എല്ലാവരും തവി കൊണ്ടും അതും ഇതുമൊക്കെ നമ്മൾ ചെയ്ത് ഗ്ലൗസൊക്കെ ഇട്ട് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കൈ വൃത്തിയാക്കിയിട്ട് അരി അരയ്ക്കുന്നതൊക്കെ നമ്മൾ പണ്ട് കൈ കൊണ്ട് നീക്കിയിട്ടായിരുന്നു ആട്ടുകല്ലിലൊക്കെ അരി അരച്ചുകൊണ്ട്. എന്ന് പറഞ്ഞാൽ ഇതെന്തേ ഞെരടിയിട്ട് നല്ല അതിൻ്റെ ഇതെല്ലാം ഇറങ്ങി അതിനകത്ത് നല്ലൊരു മണമൊക്കെ ഇപ്പോൾ ഈ വെള്ളത്തിന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് സ്വല്പം ഞെരടി കഴിഞ്ഞാൽ നമുക്ക് സ്വല്പം വെള്ളം കൂടി ഇതിനകത്ത് ഒഴിക്കാം. ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് തണുത്ത വെള്ളം ഫ്രിഡ്ജിലെ വെള്ളം ഇരിപ്പുണ്ടെങ്കിൽ അതും ഒഴിക്കാം. പക്ഷേ ഞാനിതിപ്പോൾ സാധാ വെള്ളം നമ്മുടെ മംഗലത്തിൽ വെച്ചിരുന്ന വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഇത് നമുക്കിതെല്ലാം ഇത് പിടിഞ്ഞ് വാരിട്ട് ഇതിൻ്റെ ഇതങ്ങ് കളയാം. മിക്സിക്കകത്തിട്ട് വേണമെങ്കിലും അടിച്ചെടുക്കാം. പക്ഷെ നമ്മൾ ഈ ഒരു ഞെരടുന്ന രുചി കൊള്ളൂല. അപ്പോൾ അങ്ങ് അരഞ്ഞു പോവും. അപ്പോൾ നമ്മൾ ഈ അരിപ്പയിലെടുത്തൊന്ന് അരിക്കുവാണ് ഇതിൻ്റെ ഇതെല്ലാം അങ്ങ് മാറാൻ. ദേ ഞാനിവിടെ ഇടയ്ക്കെല്ലാം ഇത് ഉണ്ടാക്കി കുടിക്കും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ശരീരത്തിനൊക്കെ ഒരു നല്ല ഒരിതാണ് ഇത് ഉണ്ടാക്കി നമ്മൾ കുടിക്കുമ്പോൾ. അപ്പോൾ നമ്മളിത് കണ്ട് ഗ്ലാസ്സിലോട്ട് നമ്മൾ ഒഴിക്കുവാണ്. ഇത്രയും കുറച്ചടിച്ചത് നമ്മൾ രണ്ട് ഐസും കൂടി ഇതിൻ്റെ കൂടെ ഇടുവാണ്. അതിനാണ് ഇത്രയും കുറച്ചടിച്ചത് നമ്മൾ. അല്ലെങ്കിൽ നമുക്ക് തണുപ്പ് കിട്ടത്തില്ല. ഇപ്പം ഐസ് ഇട്ടപ്പോൾ നമ്മുടെ പാത്രം നിറഞ്ഞു കണ്ടോ. അടിപൊളി. ഇനി നമുക്ക് ഇരിക്കുന്ന വെള്ളം അതിനകത്തൂടെ നമുക്ക് ഐസ് ഇടാം. അപ്പോൾ നമ്മുടെ പുളിസമ്പാരം റെഡി ആയിട്ടുണ്ട്. 2 ഗ്ലാസ്സിനകത്ത് ഐസൊക്കെ ഇട്ടങ്ങ് വെച്ചിരിക്കുക. പണ്ട് ഐസൊന്നും ഇടുവില്ല കേട്ടോ. ഞങ്ങളിതുപോലെ ഞെരടി എല്ലാവരും കൂടെ കൂടിയിരുന്ന് കുടിക്കുവാണ്. അതൊരു നല്ലൊരു രുചിയാണ് കുടിക്കുന്നത്. നമ്മൾ ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുടിക്കാൻ തോന്നും. നമുക്ക് വലിയ ചിലവൊന്നുമില്ല. ഇപ്പം നാരങ്ങ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വെയിലാകുമ്പോൾ നമുക്ക് ഇതുപോലെ ഇച്ചിരി സംഭാരം ഉണ്ടാക്കി പുളിസമ്പാരം ഉണ്ടാക്കി നമുക്ക് കുടിക്കാം. അതിന് ഇച്ചിരി നിസാരം ഇച്ചിരി ചെറുനാരകത്തിൻ്റെ ഇല വേണം കേട്ടോ. മറ്റേ വലിയ കറി വയ്ക്കുന്ന നാരകത്തിൻ്റെ ഇല കൊള്ളുമില്ല. ചെറുനാരകത്തിൻ്റെ ഇല ഇച്ചിരി കറിവേപ്പിലയും. ഇപ്പം നാരകത്തില ഇല്ലെങ്കിൽ കരിയാപ്പില ആയാലും മതി. പക്ഷെ നാരകത്തില ഇടുമ്പോൾ വേറെ രുചിയുണ്ട്. അതിനാണ് നാരകത്തില ഇടുന്നത്. അപ്പോൾ അതെല്ലാം ഇട്ട് നമ്മൾ 2 കാന്താരി മുളകോ പച്ചമുളകോ അല്ലെങ്കിൽ വറ്റൽമുളകോ ഇടിച്ചിട്ടാലും മതി. ഇതെല്ലാം കൊണ്ട് നമ്മളൊന്ന് ഞെരടി നമ്മളൊന്ന് കുടിച്ച് നോക്കി. ഇപ്പം നമ്മൾ ഐസ് ഇട്ടിട്ടുണ്ട്. പണ്ടൊന്നും ഐസ് ഇടില്ല കേട്ടോ. ഇഷ്ടം പോലെ ഞങ്ങൾ വയറ് നിറച്ച് കുടിക്കുമായിരുന്നു. അപ്പം നിങ്ങളും ഇതുപോലൊരു സംഭാരം ഉണ്ടാക്കി ഒന്ന് കുടിച്ച് നോക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും ഉണ്ടാക്കി കുടിച്ചു. ഇവനും കൊടുത്തു. പിന്നെ ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു. അപ്പം നിങ്ങൾ ഇതുപോലെ ഒരു പുളിസമ്പാരം ഉണ്ടാക്കി കുടിക്കണം. അപ്പോൾ എൻ്റെ പുളിസമ്പാരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സംഭാരം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. അപ്പോൾ ഇത് കുടിക്കാനെടുക്കുമ്പോൾ ചിലപ്പോൾ ഈ പുളി ഇങ്ങനെ അടിയിലോട്ട് അടിഞ്ഞു പോകും, വെള്ളം തെളിഞ്ഞു വരും. അപ്പോൾ നിങ്ങളൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ ഐസൊക്കെ വേണ്ട അരത്തിലുണ്ട് ഇങ്ങനെ കുടിക്കുന്നത്. ഞാനൊന്ന് കുടിക്കാം. എന്ത് രുചിയാണ്.